എൻ്റെ ജീവിതത്തിൻ്റെ വേറൊരു വശമാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ടാണ് ഈ ഇൻ്റർവ്യൂവിന് മാത്രം ഞാൻ താല്പര്യപ്പെട്ടത്. വ്യക്തിപരമായിട്ട് എനിക്ക് എന്നെ തെറ്റി തന്നെ പറയുന്നത് എനിക്ക് താല്പര്യമില്ല. എങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ബേസിലാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിത്തം കഴിഞ്ഞ് കോളേജിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഈ കോളേജിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പല സ്വഭാവങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ്. ഒരു 16 തൊട്ട് 20 വരെയുള്ള പ്രായങ്ങളിൽ ടീനേജ് അങ്ങോട്ട് കഴിഞ്ഞ് പോകുന്ന സമയത്ത്. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകെട്ട്, എല്ലാവരും കോളേജിൽ പോകുമ്പോൾ ദേ വിൽ ട്രൈ എവറിത്തിങ്. അങ്ങനെ പിള്ളേരെല്ലാം ഹൈസ്കൂള് കഴിയുമ്പോൾ തൊട്ട് കോളേജിലൊക്കെ പോകുന്ന സമയം ആകുമ്പോൾ പലതരം കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടുകൊണ്ട് പലതും ട്രൈ ചെയ്യും. അന്നത്തെ ഏറ്റവും വലിയ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിങ്, സിഗരറ്റ് വലിക്കുക. അല്ലെന്നൊരിക്കൽ വല്ലപ്പോഴും എങ്ങാനും ഏതെങ്കിലും ഫംഗ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പിള്ളേർ കൂട്ടുകാരിട്ട് കൂടി എന്തെങ്കിലും അല്പം മദ്യം കള്ള് വാങ്ങിച്ച് കുടിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളായിട്ട് പിള്ളേർക്ക് സ്കൂൾ കോളേജ് പ്രായങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിനപ്പുറമായിട്ട് പിള്ളേർക്കൊന്നും ചെയ്യാനില്ല. കാരണം അതിനുള്ള ചോയ്സ് നാട്ടിലെങ്ങും ഇല്ല. നാട്ടിലെ രീതി അനുസരിച്ച് നമ്മുടെ നാട്ടുകാർ തന്നെ നമ്മളൊരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറയുകയോ ചെയ്ത് നമ്മൾക്കെല്ലാം നേർവഴിയിൽ പോകേണ്ടതായിട്ട് നമ്മുടെ സാഹചര്യം നമ്മളെ സഹായിച്ചിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഈ സിഗരറ്റ് വലിയും കള്ളുകൂടിയും ഒക്കെ അങ്ങനെ ഒരു ടൈം പാസ് പോലെ അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ കൂട്ടത്തിനൊക്കെ ഇത് ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഗുണവും ദോഷമൊന്നും അതിനെപ്പറ്റി അന്ന് ചിന്തിച്ചില്ല. പ്രായത്തിൻ്റെ ഒരു അപക്വതയാണ് ഇതിൻ്റെയൊക്കെ കാരണം. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെങ്കിൽ ജീവിച്ച് മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്മോക്കിങ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അപ്പോൾ കോളേജ് പഠിക്കുന്ന കാലം തൊട്ട് എനിവേ ഞാൻ ഒരു 10, 50, 55 വയസ്സ് വരെ പുകവലി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നടന്നു. അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ബോംബെയിലൊക്കെ താമസിക്കുന്ന സമയത്ത് ജോലിയുണ്ട്, കാശുണ്ട്, ബാച്ചിലറാണ്, കൂട്ടുകാരിഷ്ടം പോലെ ഉണ്ട്. നേവിയിൽക്കാരെ കൂടെ ജോലി ചെയ്യുന്ന നേവിക്കാരുണ്ട്. അവർക്കൊക്കെ ഈ കോട്ടായും സാധനങ്ങളും ഒക്കെ ആൽക്കഹോള് കിട്ടും. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കമ്പനി അടിച്ച് വല്ലപ്പോഴുമൊക്കെ വീക്കെൻഡൊക്കെ വരുമ്പം മൂവിക്ക് പോവുകയും ഓരോ സ്മോളൊക്കെ അടിക്കുന്നതൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊക്കെ ബാച്ചലർ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അതൊന്നും വലിയ കുഴപ്പമായിട്ട് പോയില്ല. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഒരു രുചി നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമേരിക്ക വന്നതിന് ശേഷം ജീവിതത്തിൻ്റെ ഇവിടെ എല്ലാം ആൽക്കഹോള് സുലഭമാണ്. അത് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു, ബിയറ് ഒക്കെ. പക്ഷെ അതൊക്കെ ഒരു കാഷ്വൽ യൂസായിട്ട് മാറി. അതൊന്നും ആ ഒരു പ്രശ്നമായിട്ട് ആർക്കും ഇല്ലായിരുന്നു. എന്നാൽ കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ഫ്രീ ടൈമുണ്ട്. പിന്നെ പേടിക്കാൻ ആരുമില്ല. ദർ ഇസ് നോ ബോസ്, നോ വൺ ടു ഫിയർ. പിന്നെ വി ഹാവ് മണി. അങ്ങനെ പല കാരണങ്ങളാൽ പിന്നെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. ഈ ആൽക്കഹോൾ ബിക്കെയിം മൈ പാർട്ട് ഓഫ് മൈ ഡെയിലി റുട്ടീൻ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈനലി ഐ റിയലൈസ് ദാറ്റ് ഐ എം അഡിക്റ്റഡ് ടു ഇറ്റ്. അഡിക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ പലതരത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ അലട്ടാൻ തുടങ്ങി. എന്നാൽ ഇത് നിർത്താമെന്ന് വിചാരിച്ചതിന് ശേഷം പല പരിശ്രമങ്ങളും ഞാൻ നടത്തിയപ്പോഴും ഒരിക്കലും ഇത് നിർത്താൻ പറ്റാത്ത വിധം ഞാനിതിന് അടിമയാണെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർക്കും ഒക്കെ ഇത് വളരെ പ്രയാസം. അപ്പോൾ ഞാനിത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഭേദമാകുമെന്നുള്ള അഭിപ്രായത്തിൽ എൻ്റെ പള്ളിയുടെ ഇടവ വികാരി അച്ഛനും ഒക്കെ പറഞ്ഞ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയി. പല പ്രാവശ്യം ട്രീറ്റ്മെൻറ്റിന് പോയപ്പം നിർത്താനായിട്ട് സാധിച്ചു. 1-2 വർഷമൊക്കെ നിൽക്കും, പിന്നെയും തുടങ്ങും എന്തെങ്കിലും കാരണം പറഞ്ഞ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇതൊരു
രോഗമാണെന്ന് എനിക്ക് അന്നേരം അറിയത്തില്ല. അതിപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് എത്ര ട്രീറ്റ്മെന്റ് എടുത്താലും ശരി, പിന്നെയും ഇതിന്റെ ഏർജ് ഉണ്ടായിട്ട് വീണ്ടും ഇതിനടിമപ്പെട്ട് പോകുന്ന ഒരവസ്ഥയാണ് കണ്ടത്. അതുകൊണ്ട് ഇതെങ്ങനെ ഇതിനകത്ത് നിന്ന് മാറാം എന്ന് എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാൽ 2010-11 കാലയളവിൽ കംപ്ലീറ്റ് ആയിട്ട് പുകവലിയും മദ്യപാനവും ഞാൻ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അത് കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആ കർത്താവുള്ള വിശ്വാസത്താൽ എനിക്ക് ഇന്ന് വരെയും കഴിഞ്ഞ ഏകദേശം 15 വർഷമായിട്ട് ഈ മദ്യപാനവും പുകവലിയും ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ ഒരു വലിയ ആത്മസന്തോഷത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഈ വലിയൊരു വെളിച്ചം മറ്റുള്ളവർക്ക് ലഭിക്കുവാനായിട്ട് ഞാൻ വളരെയധികം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞാൻ ഇതിൽ കൂടെ കടന്നു പോകുന്ന അനേകം മദ്യപിക്കുന്ന ഫ്രണ്ട്സിനെ എനിക്കറിയാം. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിനകത്തു നിന്ന് ഒരു വിടുതൽ പ്രാപിക്കണം എന്ന് താല്പര്യമുണ്ടെന്നൊരിക്കൽ മനസ്സുണ്ടെന്നൊരിക്കൽ സൗഖ്യമാകാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ പലരുടെയും ജീവിതത്തിൽ ഇടപെട്ട് അവർക്ക് നല്ല ഉപദേശങ്ങളും എൻ്റെ അനുഭവങ്ങളും വെച്ച് പലരെയും സഹായിക്കുവാൻ തക്കവണ്ണം ഞാൻ 2019 കൂടി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് ഹ്യൂസ്റ്റണിൽ സ്റ്റാർട്ട് ചെയ്തു. അത് സൂമിൽ കൂടാണ്. അതിൻ്റെ കാരണം നമ്മുടെ 2019 കാലഘട്ടത്തിലാണ് ഈ രോഗം, അതിൻ്റെ പേര് നമ്മുടെ കോവിഡിൻ്റെ അനുഭവം കൊണ്ട് പുറത്തെങ്ങും മനുഷ്യർക്ക് ഇറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥയായതുകൊണ്ട് സൂമിൽ കൂടെ മീറ്റിങ്ങുകൾ ആരംഭിച്ചു. ഞങ്ങൾ 2, 3, 4 പേര് കൂടി ഞാൻ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരുന്നത് 2019 ആരംഭിച്ചു. ഇന്ന് വരെയും അതെല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞായറാഴ്ച വൈകിട്ട് 7 മുതൽ 8 വരെ സൂമിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടെ അനവധി ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവരുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും അവർ ഈ മീറ്റിങ്ങിൽ വരികയും എൻ്റെ അനുഭവവും വരുന്നവരുടെ അനുഭവങ്ങളോട് ഞങ്ങൾ പങ്കുവെച്ച് നല്ലൊരു കൂട്ടായ്മയിൽ അനേകർക്ക് ഇതൊരു വെളിച്ചമായി മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും എന്ന് ഞങ്ങൾ അനുഭവം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും പഠിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയതുകൊണ്ട് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈവൻ ഇന്ത്യയിൽ നിന്നും വരെ ചിലരൊക്കെ എൻ്റെ ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിച്ച് മദ്യപാനം കൂടാതെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹവും വലിയൊരു കൃപയുമായിട്ട് ഞാൻ കാണുന്നു. ഇതറിഞ്ഞിട്ട് ന്യൂയോർക്ക്, ഷിക്കാഗോ, ഡാലസ്, ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും പല സ്ഥലത്തു നിന്നും എന്നെ ആൾക്കാർ വിളിക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ സംസാരിക്കും. എൻ്റെ അനുഭവങ്ങളാണ് കൂടുതൽ പറയുന്നത്. കാരണം ഇതൊരു 2-3 കാര്യങ്ങൾ ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്. മദ്യപിക്കുന്നവർക്ക് ആർക്കും തന്നെ ഇതിനെപ്പറ്റി ഒരു വലിയ ധാരണയില്ല ഇതൊരു രോഗമാണെന്ന്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം മൂലം മനുഷ്യന് ഇതിന് അടിമയാവുകയും പിന്നെ ഇത് കൂടാതെ ജീവിക്കാൻ വയ്യ എന്നൊരവസ്ഥയായി തീരുമ്പോൾ ഒരു ആൽക്കഹോളിക് അഡിക്റ്റ് ആയി പോവുകയാണ്. അതുകൊണ്ടാണ് സ്മോക്കിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്മോക്കിങ് നിർത്താനായിട്ട് വലിയ പാടാണ്. അതുപോലെ ഡ്രഗ് ഉപയോഗിക്കുന്നവർക്കും, ഭാഗ്യത്തിന് ഞാൻ ഡ്രഗ് ഉപയോഗിക്കാൻ പഠിക്കാത്തത് കൊണ്ട് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല.
പക്ഷെ ആൽക്കഹോള് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ആൽക്കഹോളിക്കായിപ്പോയി. അതുകൊണ്ട് ഓരോ അഡിക്ഷനിലും കഴിയുന്നവർക്ക് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ വന്ന് അവരുടെ സാക്ഷ്യവും അനുഭവവും പറഞ്ഞ് പരസ്പരം ബലപ്പെടുത്തി വളരെ സന്തോഷമായിട്ട് അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 10-70 കുടുംബങ്ങളുമായിട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഞാൻ നിരന്തരം കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത്. എല്ലാ ആഴ്ചയിലും മിക്കവാറും ദിവസങ്ങളിൽ എല്ലാവരുമായിട്ടും ഫോണിൽ കൂടെയും സൂമിൽ കൂടെയൊക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ വളരെ സന്തോഷത്തോടെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് മദ്യപാനത്തിന് അടിമയായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന വരിയിൽ അവർക്ക് ഒരു സഹായമായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടും, പിന്നെ ഇതൊരു അസുഖമായതുകൊണ്ട് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇൻഷുറൻസ് ഇത് കവർ ചെയ്യും. ഏതെങ്കിലും ആൾക്കാർ ഇതിനടിമയായിട്ടുണ്ടെന്നൊരിക്കൽ ഇതിന് ചികിത്സയില്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ലഭിക്കാനായിട്ട് ഒത്തിരി റീഹാബ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗത്തിൽ നിന്നും വിടുതൽ എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നൊരിക്കൽ കണ്ടിന്യൂസ് ആയിട്ട് മദ്യം കൂടാതെ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നൊരിക്കൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും റീഹാബിൽ സെൻറ്ററിൽ പോയി അതിന് വേണ്ടതായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മദ്യപാനത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് സാധിക്കും. മാറി നിൽക്കാൻ സാധിച്ചാൽ തന്നെ ഇതൊരു പ്രോഗ്രസീവ് ഡിസീസ് ആയതുകൊണ്ട് ദർ ഇസ് എ ടേം, വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. അത് പിന്നെ മാറാനായിട്ട് പാടായതുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ളൊരു സപ്പോർട്ട് ഗ്രൂപ്പാണ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്നത്. ഈ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഈസ് ദെയർ വേൾഡ് വൈഡ്. ലോകത്തിലെമ്പാടും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇതിൻ്റെ ബ്രാഞ്ച്. അമേരിക്കയിലാണെങ്കിൽ എല്ലാ മേജർ സിറ്റികളിലും മേജർ സ്ട്രീറ്റുകളിൽ പോലും ഇതിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങുകളിൽ കൂടി പോയി മറ്റുള്ളവരുടെ അനുഭവം കേട്ടും സ്വന്തം അനുഭവം സാക്ഷ്യം പറഞ്ഞുമാണ് വർഷങ്ങളായിട്ട് അനേകർ ഈ മദ്യപാനത്തിൽ നിന്നും അഡിക്ഷനിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്നത്. മലയാളി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഈ മദ്യപാനം ഒരു പാപമാണെന്നോ ഒരു രോഗമാണെന്നോ ഉള്ള അറിവില്ല. രണ്ടാമത് ഇത് ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഭർത്താവോ എൻ്റെ മകനോ ആരെങ്കിലും കുടിക്കുന്നെന്ന് പറഞ്ഞ് അവർ സമൂഹത്തിൽ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു അവജ്ഞ ഒക്കെ നേരിടുമെന്ന് കണ്ട് അവരുടെ മാനത്തെ പ്രതി ഇത് പുറത്തു പറയത്തില്ല. അതുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നവർ ആണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സങ്കടം അനുഭവിക്കുന്നത്. കുടിക്കുന്നവർക്ക് അവരുടെ സന്തോഷം, അവരുടെ നിർവൃതിയെല്ലാം അവർക്ക് ലഭിക്കും. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നത്. അവർക്ക് ആരോടും പറയാനും വയ്യ, പറഞ്ഞിട്ടൊരു പ്രയോജനവും ഇല്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് കൂടി അവരെ കളിയാക്കുകയും അവരുടെ കുടുംബത്തിൻ്റെ ഉള്ള മാനം കൂടെ പോവുകയും ചെയ്യുന്നതുകൊണ്ട് മിക്ക കുടുംബങ്ങളിലും ഇത് അമർച്ച ചെയ്ത് വെച്ചിരിക്കുകയാണ്, പുറത്ത് പറയാതെ. പിന്നെ ഇത് വർദ്ധിച്ചു വന്ന് പലതരം പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ആണ് ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്നത്. അങ്ങനെ പലരും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ താഴ്മയായിട്ടും സ്നേഹമായിട്ടും പറയും, ഇത് എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് മിക്ക കുടുംബങ്ങൾക്കും ഇതൊരു പ്രശ്നമല്ല. ഒരു 90% ഓഫ് മലയാളീസ് ഡോണ്ട് ഹാവ് ദിസ് പ്രോബ്ലം. മേ ബി ഒരു 5-10% ആൾക്കാരിനകത്താണ് ഇത് ഒരു കലശലായ പ്രശ്നമായിട്ടുള്ളത്. തന്നെയല്ല, ഇതിനെപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ ഒരു അവയർനെസ്സും ഇല്ല. ഇതിനെപ്പറ്റി ചർച്ചുകളോ അല്ലെങ്കിൽ സാമൂഹ്യ സൊസൈറ്റികളൊന്നും ഇതിനെതിരായിട്ടോ ഇതിനെപ്പറ്റി ഒരു വാണിംഗ് കൊടുത്തോ ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല. കാരണം അമേരിക്കൻ ലൈഫിൽ ഈ ബിയർ, വൈന്, ആൽക്കഹോള് ഇതൊക്കെ ഒരു സോഷ്യൽ ലൂബ്രിക്കൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒരു പെക്കോ 2 പെക്കോ കുടിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് പറയുന്നവരുണ്ട്. പിന്നെ നമ്മുടെ വിവാഹങ്ങൾക്കും മറ്റ് സോഷ്യൽ ഇടപാടുകൾക്കും എല്ലാം ആൽക്കഹോൾ ഈസ് എ പാർട്ടി തിങ്, മനുഷ്യനെ സന്തോഷിപ്പിക്കാനും ഒക്കെ ഉള്ളതാണ്. കാരണം ഈ ടെൻഷൻ പിടിച്ച ജോലിയുടെ ഇടയിൽ ഒരു വീക്കെൻഡ് കിട്ടുന്നുടനെ മനുഷ്യൻ സന്തോഷിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യും. കാരണം ഇഫ് ദേ കീപ്പ് ഇറ്റ് അണ്ടർ കൺട്രോൾ
ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വയ്യാതായി പോകുന്ന കുടുംബങ്ങളിലും വ്യക്തികൾക്കുമാണ് ഇത് ഏറ്റവും കൂടുതൽ ദോഷമുള്ളത്. അതിനേക്കാൾ ഉപരി സന്തോഷത്തിന് വേണം ആണെങ്കിലും ചില കുടുംബങ്ങളിലൊക്കെ ഇത് ഏറ്റവും മോശമായ ഒരു ഒരു ഉദാഹരണമാണ്, എക്സാമ്പിളായിട്ടാണ് ഓരോ ഭവനങ്ങളും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ടു പഠിക്കും. ചെറിയ മനസ്സുകളെ, കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. പലർക്കും കുഴപ്പമില്ലാതെ പോകും. എന്നാൽ ചില കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ട്രക്കും അത് ഇതൊക്കെ പോകുമ്പോൾ ദേ വിൽ ഓൾ ട്രൈ ദീസ് തിങ്സ്. പിന്നെ ചില കുഞ്ഞുങ്ങൾ ഇതിനകത്തങ്ങ് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വലിച്ചൂരാനായിട്ട് വലിയ പാടാണ്. ഞാൻ പലരുടെയും അനുഭവങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ട് ഈ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് യങ്ങർ ഫാമിലീസ്, വളരെ ശ്രദ്ധയോടുകൂടി ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു നല്ല മാതൃകയായിട്ടിരിക്കാനായിട്ട് കുടുംബങ്ങളിൽ തന്നെ ഒരു നല്ല ട്രെയിനിങ് കിട്ടണം. നല്ല ആധ്യാത്മിക പശ്ചാത്തലത്തിലുള്ള കുടുംബങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. കാരണം നമ്മുടെ വീടുകളിലെ കുഞ്ഞുങ്ങൾ പലപ്പോഴും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരിവിടുത്തെ അമേരിക്കൻ സൊസൈറ്റിയുമായിട്ട് ഡീൽ ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നവർ, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ജനറേഷനുള്ളവർ നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കൾച്ചറും ഒക്കെയാണ് നമ്മൾ പിള്ളേരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പക്ഷെങ്കിൽ there is a huge cultural gap between the generation. മക്കളും അപ്പനും പേരൻസുമായിട്ട് തമ്മിൽ വളരെയധികം ഗ്യാപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്യാപ്പുള്ളത് ഏജ് ഡിഫറൻസ്. there is a cultural gap and a generational gap. ഈ രണ്ട് ഗ്യാപ്പും കൂടെ ഉള്ളത് കൊണ്ട് ഇത് തമ്മിൽ ഒന്ന് റെക്കൺസൈൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. Even if you go to a counselor or a psychologist, if you go to an American psychologist, they counsel in an American way. If you go to an Indian, they counsel in an Indian way. ഉദാഹരണത്തിന് നമ്മുടെ കുടുംബജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായി ഹസ്ബൻഡും വൈഫും കൂടെ ഒരു കൗൺസിലറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കയിലെ സാഹിബിൻ്റെ കൗൺസിലിംഗ് അനുസരിച്ച് യുവർ സേഫ്റ്റി ഈസ് ഫസ്റ്റ്. അതുകൊണ്ട് യു സെപ്പറേറ്റ്, നിങ്ങൾ മാറി താമസിക്കണം. അപ്പോൾ നിന്റെ ജീവിതം സേഫ് ആയിരിക്കും. അതുകൊണ്ട് ഭർത്താവും ഭാര്യയും കൂടെ ഏതെങ്കിലും തരത്തിൽ കുടുംബജീവിതത്തിൽ പ്രശ്നമോ വഴക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കൻ കൗൺസിലിംഗ് അനുസരിച്ച് ദേ വുഡ് റാദർ ലുക്ക് ഫോർ ദ സേഫ്റ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. അതാണ് അമേരിക്കയിലെ പഠിപ്പീര്. നേരെ മറിച്ച് നമ്മുടെ അച്ഛന്മാരോ ഇന്ത്യയിലെ പാസ്റ്റർമാരോ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം ഒന്നേ ഉള്ളൂ, ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ്, എന്ത് വന്നാലും ശരി മരണത്തിലല്ലാതെ വിവാഹത്തിൽ നിന്നും വേർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ കൗൺസിലിംഗ് വെച്ച് അവരെങ്ങനെങ്കിലും ഇവരെ ഒട്ടിച്ചേർത്ത് നിർത്താനായിട്ട് നോക്കും. രണ്ടും രണ്ട് സംസ്കാരത്തിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ ഭവനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നിലനിൽപ്പെന്ന് പറയുന്നത് ഓരോ കൗൺസിലിനും എടുക്കുന്ന രീതി അനുസരിച്ചാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന നല്ല കൗൺസിലേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് ഓർമ്മയിലിരിക്കണം. കാരണം അമേരിക്കക്കാർക്കും ഇന്ത്യക്കാർക്കും പ്രത്യേകം സംസ്കാരവും പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ജനറേഷൻ്റെ ഗ്യാപ്പും ഉണ്ട്. അത് മനസ്സിലാക്കി ഓരോ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടെ സുഗമമായിട്ട് പോകുമെന്നാണ് എൻ്റെ അറിവ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആൽക്കഹോളിക് അനോണിമസ് ആയിട്ടുള്ള പുരുഷന്മാരുടെ ഇടയിലെ മീറ്റിങ്ങിൽ മിക്കവാറും കുടുംബങ്ങളിലെ പേരൻസും വൈഫ്സും ഭാര്യമാരും ഈ മീറ്റിങ്ങിന് വരും. കാരണം ചിലരേ ഉള്ളൂ കുടിക്കാത്തവർ. അവർക്ക് കുടുംബത്തിലൊരു സമാധാനമില്ല. കുടുംബത്തിലെ പ്രശ്നം അവർക്ക് തന്നെ ടോളറേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വരുമ്പോൾ ഓരോ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്കൊക്കെ ജീവിതത്തിൽ ഒത്തിരി സമാധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങിൽ വരുന്ന ലേഡീസ് തന്നെ പലരും പറഞ്ഞതനുസരിച്ച് സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായിട്ട് ഒരു സൂം മീറ്റിംഗ് എല്ലാ വ്യാഴാഴ്ചയും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ മദ്യപാനവും ഡ്രഗ്സും മൂലം കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾ മാത്രം വരും. അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും പ്രയാസങ്ങളും സന്തോഷവും ദുഃഖവും അവരെങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്ത്
ഒരു ആശ്വാസം അവർ കണ്ടെത്തുന്നുണ്ട്. ഈ മീറ്റിങ്ങിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തുല്യ ദുഃഖിതരാണ്. ആ ദുഃഖത്തിൽ ഒരാളെക്കാൾ ശ്രേഷ്ഠമല്ല. അതുകൊണ്ട് പരസ്പരം സ്നേഹത്തിലും ദുഃഖത്തിലുമൊക്കെ ഈ ഭാരങ്ങളെ പങ്കിടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു മനസ്സമാധാനമുണ്ട്. അപ്പോൾ ഈ മീറ്റിങ്ങുകൾക്ക് നല്ല കൗൺസിലേഴ്സിനെയും സ്പീക്കേഴ്സിനെയും ഒക്കെ കൊണ്ടുവന്ന് എല്ലാ ആഴ്ചയിലും ഈ സ്ത്രീകൾ തന്നെ ഈ മീറ്റിംഗ് നടത്തി വളരെയധികം സന്തോഷത്തിൽ അനേക കുടുംബങ്ങൾ പോകുന്നുണ്ട്. ചിലര് ഡിവേഴ്സ്ഡ് ആണ്, ചിലർ വിധവകളാണ്, ചിലര് പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്, ചിലർ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അങ്ങനെ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്ന നമ്മുടെ സഹോദരിമാരുടെ നല്ലൊരു കൂട്ടായ്മ വളരെയധികം സമാധാനവും സന്തോഷവും വരുന്നവർക്കൊക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ മദ്യപാനം മൂലമോ ഡ്രഗ്സ് മൂലമോ കഷ്ടതയിലായിരിക്കുന്ന കുടുംബങ്ങളോ ഭവനങ്ങളോ ഉണ്ടെന്ന് വരിക, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഞങ്ങളുടെ കൂട്ടായ്മയുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രതിവിധി നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങളുടെ അറിവനുസരിച്ച് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. മദ്യപാനവും ഡ്രഗ് അഡിക്ഷനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും അകത്തും അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ അറിവനുസരിച്ചോളം കാലം ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള ആയുസ് 70 അല്ലെങ്കിൽ 80 ഒക്കെ ആവുന്ന വേദവസ്തവം പറയുന്നത്. ഈ മദ്യപാനവും ഡ്രഗ്സും മൂലം ഒക്കെ ആയിരിക്കുന്നവർ ആയുസിന്റെ പകുതിയോളം പോലും ജീവിക്കുന്നില്ല. ജീവിതം പൂർണ്ണതയിലെത്തുന്നതിന് മുമ്പ് ആയുസിന്റെ മധ്യത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട അനേകരുടെ അനുഭവങ്ങൾ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഈസ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തും. നമ്മുടെ ഭാര്യമാരെയും മക്കളെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ എല്ലാം കണ്ണുനീരിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു മാരകമായ അസുഖമാണ് മദ്യപാനവും ഡ്രഗും അതുപോലെ അഡിക്ഷനും. അതിൽ നിന്ന് സമൂഹമായിട്ട് നിങ്ങളെ മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതൊരു വലിയ വിപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടെ നിങ്ങളെ അറിയുന്നവർക്ക് ആർക്കെങ്കിലും ഈ പ്രയാസം അനുഭവിക്കുന്നവരിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ അവരോട് സ്നേഹബുദ്ധിയ ഉപദേശിച്ചു കൊടുക്കണമെന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇത് മദ്യപാന്മാർക്ക് ഉള്ള ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല അവർക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. ഐ നോ വാട്ട് ടു ഡു, ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം എന്ന് പറഞ്ഞ് എല്ലാവരും ഇതിനെ തിരസ്കരിക്കും. കാരണം അതുപോലത്തെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ ആൽക്കഹോളിന് ഓരോ മനുഷ്യൻ്റെയും ബ്രെയിനിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ സയൻറ്റിഫിക് വശങ്ങളൊന്നും കൂടുതൽ പറയാനായിട്ട് ഈ സമയം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഏതെങ്കിലും തരത്തിൽ അഡിക്ഷനിൽ കൂടെ പോകുന്നവർക്ക് സഹായം ലഭിക്കണം എന്നൊരിക്കൽ നിങ്ങൾ അവരെ വ്യക്തിപരമായിട്ട് കണ്ട് പേഴ്സണലായിട്ട് ഒരു ഉപദേശമായിട്ട് പറയല്ലാതെ കൂടുതൽ പറഞ്ഞ് അവരുടെ പ്രയാസം സമ്പാദിക്കാൻ ഇടയാകരുത്. സ്നേഹബുദ്ധിയാൽ ഉപദേശിച്ചാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. അതാണ് ആൽക്കഹോളിക്സ് അഡിക്ഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ മീറ്റിങ്ങുകൾ എല്ലാ ആഴ്ചയിലും നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്ന് വരികിൽ എൻ്റെ നമ്പർ 713-779-3300. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇറ്റ്സ് കോൾഡ് വിഷൻ 2020. അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ എല്ലാ ദിവസവും ഇതിൻ്റെ മെമ്പേഴ്സ് ആയിരുന്നൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്കൊക്കെ അതിനകത്ത് ജോയിൻ ചെയ്യാം. ജസ്റ്റ് കോൺടാക്ട് മീ. ഐ വിൽ ആഡ് യു ടു ദി വിഷൻ 2020 ഗ്രൂപ്പ്. ദർ ഇസ് ഓൾസോ അനദർ ഗ്രൂപ്പ് കോൾഡ് വിമൻസ് ഗ്രൂപ്പ്. അതിനകത്തും കൂടെ ആഡ് ചെയ്യാം. ഈ 2 ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മദ്യപാനത്തിൽ കൂടെ വിഷമം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഒരു സമാധാനം, എന്ത് ചെയ്യണം, എന്ത് പ്രതിവിധി ചെയ്യാമെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിങ്ങനെ അവർക്കൊരു വെളിച്ചമായിട്ട് തീരാൻ സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ അഡിക്ഷനിൽ കൂടെ കടന്നു പോകുന്ന അനേകരെ നിങ്ങൾക്കറിയാമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ അവർക്ക്
അത് നിർത്തണം, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് മതിയായി എന്ന് പറയാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളാൽ കഴിവതും എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എൻ്റെ ഈ രൂപാന്തരം മൂലം എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആത്മസന്തോഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അവരുടെ കുടുംബങ്ങളുമാണ്. കാരണം നാശത്തിൻ്റെ വക്കിൽ നിന്നും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഇടതന്നു. അതിൻ്റെ ഒരു നല്ല സാക്ഷിയായി അനേകരുടെ മുൻപാകെ ഈ വീഡിയോ സമർപ്പിച്ച് അനേകർക്ക് ദൈവം കൃപ നൽകി മദ്യപാനത്തിൽ നിന്നും അഡിക്ഷനിൽ നിന്നും മുക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സാർ. ഈ അഭിമുഖം തന്നതിന് ഹ്യൂസ്റ്റൺ വോയിസ് താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ സജിയുടെ റിലീഫ് കോർണറുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഒരു 2 മിനിറ്റ്. താങ്ക് യു. ഞാൻ ഈ കൗൺസിലിംഗ് വിഷൻ 20 സൂം മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒറ്റയ്ക്കാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മാർത്തോമ ചർച്ചിൽ പോകുന്ന ഒരു അലക്സാണ്ടർ ജേക്കബ് ഉണ്ട്. അദ്ദേഹം നാട്ടിൽ നിന്ന് ഇവിടെ ഇമിഗ്രേഷൻ കിട്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹം നാട്ടിൽ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ ജോലി ചെയ്തുകൊണ്ട് ഇരുന്നതും അനേക വർഷത്തെ അനുഭവമുള്ള ആളുമാണ്. അതെ, ഡി അഡിക്ഷൻ സെൻറ്ററിൽ ജോലി ചെയ്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അലക്സാണ്ടറോട് ഞാൻ പറഞ്ഞ്, അലക്സാണ്ടർ എൻ്റെ ഒരു സ്നേഹിതൻ്റെ ബ്രദറിലോ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തോടും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഇനിയിപ്പോൾ ലൈസൻസ് എടുത്തൊക്കെ ജോലി ചെയ്യണമെങ്കിൽ ഇനി സ്കൂളിൽ പോകാനൊക്കെ സമയമൊന്നുമില്ല. അതുകൊണ്ട് അച്ഛാ എനിക്ക് വലിയ താല്പര്യമുണ്ട്, അച്ഛൻ എങ്ങനെ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാവുന്ന കണ്ട് പുള്ളിയുടെ വലിയൊരു പാഷനാണ് ഇതുപോലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ അലക്സാണ്ടർ ജേക്കബ് പുള്ളിയുടെ അനുഭവം വെച്ചുകൊണ്ട് എന്നോട് ജോയിൻ ചെയ്തു. അങ്ങനെ അലക്സാണ്ടർ ഞാനും കൂടെ കൂടി ആണ് ഈ മീറ്റിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ സജി മത്തായി അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നു, എനിക്കും ഇതിനകത്തുനിന്ന് ചേർന്നാൽ കൊള്ളാവുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ വേറൊന്നാണ്. അദ്ദേഹം സൈക്കോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഈ കാര്യത്തിലൊക്കെ പുള്ളിക്ക് താല്പര്യമുള്ളതുകൊണ്ട് പുള്ളി എന്നോട് ചേരാൻ താല്പര്യപ്പെട്ടു. അതനുസരിച്ച് അന്ന് തൊട്ട് ഒരു 2-3 വർഷമായിട്ട് അദ്ദേഹവും എൻ്റെ കൂടെ ചേർന്ന് ഇതിന് പ്രവർത്തിക്കുന്നുണ്ട്. പുള്ളിയുടെ അറിവും ജ്ഞാനവും ഒക്കെ ഇതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. പുള്ളിയോട് പലരും ഫോണിൽ കൂടെയും അല്ലാതെയൊക്കെ സംസാരിച്ച് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, വെച്ചാൽ നമുക്കൊരു റിലീഫ് കോർണർ എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ലോകമെമ്പാടും ഇതൊരു വലിയൊരു മൂവ്മെൻ്റായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമുക്കിതിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പലരോടും പുള്ളി ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒക്കെ അതിൻ്റേതായ നെഗറ്റീവ്സൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം. അപ്പം അങ്ങനെ ഞാൻ പുള്ളിയോട് എൻകറേജ് ചെയ്ത് പുള്ളിയുടെ ആഗ്രഹം കൂടിയാണ് ഈ റിലീഫ് കോർണർ തുടങ്ങിയത്. അപ്പോൾ റിലീഫ് കോർണർ തുടങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് ഇന്ന് റണ്ണിങ് ആയിട്ട് ഈ ആൽക്കഹോളിക് അനോണിമസ് വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഒത്തിരി മെമ്പേഴ്സും ഉണ്ട്. പിന്നെ പുള്ളി ഇങ്ങനെ ഈ കൗൺസിലിംഗ് കൂടെ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ രീതിയിൽ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് ടെക്സാസ് സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഇത് ഓടുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഗുണമെന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വോളണ്ടിയറായിട്ട് സമയമുണ്ടെന്നൊരിക്കൽ അവരുടെ കഴിവുകൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഉള്ളൊരു ഫോറമാണിത്. അതനുസരിച്ച് ഞങ്ങൾ ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് നോൺ പ്രോഫിറ്റ് ആയതുകൊണ്ടും ഇതിനകത്ത് ചേരുന്നവർക്കാർക്കും സാമ്പത്തികമായ ലാഭമോ നേട്ടമോ ഒന്നും കിട്ടത്തില്ല. കാരണം ഇതിനകത്ത് നിന്ന് ആരെയും പൈസ ഒന്നും ചാർജ് ചെയ്യത്തില്ല. ഇതിനകത്ത് വരുന്നവരെ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുന്നു, വോളണ്ടിയറായിട്ട് ഹെൽപ്പ് ചോദിക്കുന്നു. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ മീറ്റിംഗ് നടത്തുന്നു. ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ ഒന്നും ചോദിക്കുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ആരെങ്കിലും രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലിയ താല്പര്യം. അതുകൊണ്ട് അനേകർക്ക് ഒരു
സമാധാനം കിട്ടാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ ദൈവം തരുന്ന അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ധാരാളം. അതുകൊണ്ട് ഇത് പണത്തിന് വേണ്ടിയുള്ളവരെന്നല്ല, ഇത് മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പാപം കൂടാതെ ജീവിച്ച് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരട്ടെ എന്ന് ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് സജി മത്തായിയും ഞാനും കൂടെ ഇത് ചെയ്യുന്നത്. ഞങ്ങളോടൊപ്പം അലക്സാണ്ടറുണ്ട്. അലക്സാണ്ടർ ഈസ് എ വെരി ഗുഡ് ഹെൽപ്പ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.